ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ മഹദിയോട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നകി ഖദ് ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, നിങ്ങൾ ഗർഭം ചുമന്നിരിക്കുന്നത് ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ലോകത്തിൻ്റെ നേതാവായ ഒരാളെയാണ് അങ്ങ് ഗർഭം ചുമന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യേണ്ടത്? ഒഈദുഹു ബിൽ വാഹിദി മിൻ ശർരി കുല്ലി ഹാസിദ്, എല്ലാ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും എൻ്റെ മകനെ നിങ്ങൾ നിർഭയത്വമാക്കി തരണം, അവരെ ആ ഹസദിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും എന്നിട്ട് പറയുകയാണ്, സുമ്മ സുമ്മീഹി മുഹമ്മദൻ, മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരു പ്രകാശത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞത്. ഖറജ മിൻഹാ നൂറുൻ റഅതു മിൻഹു ഖുസൂറു ബുസ്റ മിൻ അർദി ഷാം, ഷാമിലെ ബുസ്റ കൊട്ടാരം ആ പ്രകാശത്തിലൂടെ കണ്ടു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ തന്നെ, ഗർഭത്തിൽ തന്നെ വളരെ അത്ഭുതങ്ങൾ ആമിന ബീവി കണ്ടു എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബിയെ ധാരാളം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.